ബിസ്ക്കറ്റ് എന്നാൽ മിഥുനം സിനിമയിലെ ദാക്ഷായണി ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് പോലെ ആന എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ദാക്ഷായണി ആനയാവണം. ആനയുടെ ബ്രാൻഡ് നെയിം ആക്കി ദാക്ഷായണി ആനയെ മാറ്റാൻ 86-കാരിയായ ദാക്ഷായണിയെ ഗിന്നസ് ബുക്ക് റെക്കോർഡിൽ പ്രതിഷ്ഠിക്കുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ. മിൽമ കേരളം കണികണ്ടുണരുന്ന നന്മ എന്ന് മിൽമ ചെയർമാനായിരിക്കെ പ്രയാർ മിൽമയെ പാലിൻ്റെ പര്യായമാക്കിയതുപോലെ ദാക്ഷായണിയേക്കാൾ പ്രായത്തിൽ കുറവാണെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാറിന് ദാക്ഷായണി പ്രിയങ്കരിയാണ്. നാട്ടാനക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആന ദേവസ്വം ബോർഡിൻ്റേതാണ്. അതാണ് ദാക്ഷായണി. വയസ്സായിട്ടും സ്വഭാവത്തിലും ചിട്ടയിലും ഒരു പരിധിവരെ ആരോഗ്യകാര്യത്തിലും ദാക്ഷായണി മുന്നിട്ട് നിൽക്കുന്നു. തമാശക്കാരനാണെന്ന് എനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. തീർച്ചയായും നിങ്ങളുടെയൊക്കെ സഹായമുണ്ടെങ്കിൽ ദാക്ഷായണിക്ക് ഗിന്നസ് ബുക്കിൽ സ്ഥാനം നേടാൻ കഴിയും എന്നുള്ള വിശ്വാസവും അതിലേക്കുള്ള പ്രാർത്ഥനയും ദേവസ്വം ബോർഡിനുണ്ട്. ചേട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നാളെ കേരളത്തിൻ്റെ അഭിമാനമാണ് ദാക്ഷായണി എന്ന് പറഞ്ഞാൽ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും നമ്മളുടെയൊക്കെ ഒരു അഭിമാനം തന്നെയായിരിക്കും. നമ്മൾ ആനയല്ലേ നമ്മുടെ ഒരു ദേശീയ മൃഗം പോലെ കാണിക്കുന്നത്. അപ്പം നാളെ അത് ആ പടത്തിൻ്റെ സ്ഥാനത്ത് ദാക്ഷായണിയുടെ പടം വരണമെന്ന് ഞാൻ അവകാശപ്പെട്ടാൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. എനിക്കറിയാം, എന്നെ ആര് കണ്ടാലും ഇഷ്ടപ്പെടും. നമ്മുടെ LK അദ്വാനിക്കും VS അച്യുതാനന്ദനും പ്രധാന പദവികൾക്ക് പ്രായം തടസ്സമായെങ്കിലും 86-കാരിയായ ലോക ആനമുത്തശ്ശി ദാക്ഷായണിക്ക് പ്രത്യേക പദവിക്ക് പ്രായം ഒരു പ്രശ്നമേ അല്ല. നമ്മുടെ VSനെ പോലെ ചുറുചുറുക്കോടെയാണ് ദാക്ഷായണി ഇപ്പോഴും ജീവിക്കുന്നത്. രാഷ്ട്രീയത്തിൽ പ്രായമല്ല ആരോഗ്യമാണ് പ്രധാനം എന്ന് യെച്ചൂരി സഖാവും പറഞ്ഞിട്ടുണ്ടല്ലോ. വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.